ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്, അതായത് ഞങ്ങളുടെ നാട്ടിൽ ഒരു പൂരമുണ്ടായിരുന്നു. ആ പൂരത്തിന് പോയ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ രാത്രിയാണ് പോയത്. രാത്രിയാണല്ലോ നമ്മുടെ പൂരമൊക്കെ നല്ല കളർഫുള്ളാവുന്നത്. അപ്പോൾ അങ്ങനെ പോയി. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നടന്നിട്ടൊന്നും ഞാൻ പോയിട്ടില്ല. കല്യാണത്തിന് മുന്നേ ഞാൻ പോയിട്ടൊന്നുമില്ല. നല്ല ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും എനിക്കതിനോടൊന്നും വലിയ എന്താ പറയുക, താല്പര്യമില്ലാത്ത ഒരാളാണ്. താല്പര്യം മീൻസ് എന്താ പറയുക, ചെണ്ട കൊട്ടുന്നത് കേൾക്കുന്നതും കാണുന്നതൊക്കെ ഇഷ്ടമാണെങ്കിലും ഇങ്ങനെ എന്താ പറയുക, പൂരപ്പറമ്പിൽ നടന്നത് ഇങ്ങനെ കാണുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല, അത്രേ ഉള്ളൂ. പക്ഷേ കുട്ടികളൊക്കെ ആയതിന് ശേഷം ഏത് താല്പര്യമില്ലാത്തവരും താല്പര്യം ഉണ്ടാവും. അത് അങ്ങനെയാണല്ലേ, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് നാട്ടിലും കൂടെ ഉള്ളതുകൊണ്ട് പിള്ളേരെ കൊണ്ടുപോയി കാണിക്കണം എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. അത് കൊണ്ടുപോകണം. പിന്നെ പ്രാവശ്യം എനിക്ക് നാട്ടിലുണ്ടെങ്കിലും ഞങ്ങൾ വണ്ടിയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടുവരാറാണ്. എന്നിട്ട് പിള്ളേർക്ക് ഒന്ന് രണ്ട് കളിക്കണമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് വരാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം എന്തോ അറിയില്ല, ഞങ്ങളെയും കൊണ്ട് ഇതുപോലെ അവിടെയൊക്കെ നടന്ന് കാണിച്ചു തന്നു കേട്ടോ. നല്ല രസം തന്നെയായിരുന്നു, കാണാനൊരു രസമാണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അത് രസം തന്നെയാണ് കേട്ടോ. അവർക്ക് എൻജോയ് ചെയ്യുന്നത് കാണാൻ നമുക്കൊരു സന്തോഷമാണ്. അവർക്ക് ഇങ്ങനെ അവിടെ പുരപ്പറമ്പിൽ കാണുന്ന കളിക്കണൊക്കെ മേടിച്ചു കൊടുത്ത് അവരുടെ ഹാപ്പിനെസ് അതല്ലേ അല്ലേ. അപ്പോൾ അങ്ങനെ നടക്കുന്നത് നല്ല രസം തന്നെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ രാത്രി വൈബ് പിടിച്ച് ഇങ്ങനെ നല്ല രസമായിരുന്നു. ഇങ്ങനെ എന്താ പറയുക, ആളും ബഹളം ചെണ്ടകൊട്ടും ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൂടെ അങ്ങനെ ലൈറ്റൊക്കെ കാണാൻ നല്ല രസം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നെങ്കിലും പിള്ളേർക്ക് വേണ്ടി ഞാനിങ്ങനെ നടന്നു, കണ്ടു, കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ്, ഇങ്ങനെ പൂരപ്പറമ്പിലൊക്കെ കാണാനും അതൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരാണോ പറയട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോസ് കുറച്ച് പേരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് പേരിലൊന്നെങ്കിലും കുറച്ച് പേരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരാളും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഒരു കമൻറ്റും അടിക്കുന്നില്ല. നിങ്ങളുടെ ഒരാൾ കമൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയുക, അതൊക്കെ അല്ലേ സന്തോഷം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എമിക്കുട്ടി ഇതുപോലെ ഈ നമ്മുടെ കടയുടെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ നിന്ന് കുറേ നേരം അവിടെ നിന്ന്, പക്ഷേ ആൾക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് സാരം. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു. ഇതുപോലുള്ള ഐറ്റംസ്, ഈ പുറപ്പറമ്പിൽ വെക്കുന്ന ഐറ്റംസ് അത് മേടിക്കില്ല കേട്ടോ. ഞാൻ മേടിക്കാറില്ല, എനിക്കെന്തോ അതിനോട് താല്പര്യമില്ല. ഞാൻ ആരെയും കുറ്റം പറയാമെന്നല്ല കേട്ടോ. കാരണം അതിങ്ങനെ എത്രയും ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു ഭക്ഷണ സാധനമല്ലേ. അപ്പോൾ എനിക്കെന്തോ അറിയില്ല. ഞാൻ ആരെയും, അത് വിൽക്കുന്നവരെയും അത് വാങ്ങുന്നവരെയും ആരും ഞാൻ കുറ്റം പറയല്ല. ഞാൻ എൻ്റെ പേഴ്സണലൊരു അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങളിതുപോലെ ഈ പേരെഴുതണമെന്ന മോതിരമുണ്ടല്ലോ, നിങ്ങളെങ്ങനെയാണ് അത് മേടിക്കാറുണ്ട്? അതെനിക്കിഷ്ടമാണ്. ഞാൻ മേടിക്കാറില്ല. എമിക്കുട്ടിക്ക് മോതിരം ഭയങ്കര ക്രേസാണ് കേട്ടോ. പക്ഷെ അവൻ്റെ കൈമക്കുള്ളൊരു മോതിരം തപ്പിപ്പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വലിയ ടാസ്ക്കാണ്. പക്ഷെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് മോതിരം എടുത്ത് ഏത് പുരത്തിന് പോയാലും ആൾ മേടിക്കും. ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു 5-6 മാസം ഒരു മോതിരം അവൻ കളയാതെ കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അറിയാലോ അല്ലേ, അവൻ്റെ ഈ പ്രായത്തിൽ മിക്ക പിള്ളേരും അത് കൈമെന്ന് കൊണ്ടേ കളയും. പക്ഷെ അവൻ അത് കൊണ്ടു നടക്കുന്നത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം അവൻ കുളിക്കാൻ പോകുമ്പോൾ ഊരി വെക്കും. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഊരി വെക്കും. ആ കൈമലാണ് മോതിരം കിടക്കണമെങ്കിൽ ഊരി വെക്കും. പക്ഷെ അതവൻ കറക്റ്റായിട്ട്, ഞാൻ പോലും അറിയില്ല എവിടെ ഊരി വെച്ചെന്ന്. പക്ഷെ അവനടുത്ത് എടുത്തിട്ട് അത്രയും നാൾ കൊണ്ടൊക്കെ നടന്നിട്ട് അവസാനം അത് എവിടെയോ അറിയാണ്ട് പോയതാണ് കേട്ടോ. അങ്ങനെ രണ്ടാമത് ഇപ്പോൾ മേടിച്ചതാണ്. അവൻ അത്രയും ഇഷ്ടപ്പെട്ട സാധനം കളിയില്ല എന്ന സാധനം എനിക്കന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു. എമിക്കുട്ടിക്ക് ഇനി എന്താ ടോയ് കിട്ടിയിട്ടില്ല, ആൾക്ക് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടെ ഉള്ളതൊന്നും. അങ്ങനെ ഇത് വേണമെന്ന് ചോദിച്ചു, ഈ ലൈറ്റ് വേണമെന്ന് ചോദിച്ചു. ഈ ലൈറ്റ് ഞങ്ങൾ അത്യാവശ്യം എല്ലാ പൂരത്തിനും മേടിക്കാറുണ്ട്. പക്ഷെ അത് അറിയാലോ, നമ്മളത് പൊട്ടിക്കും. പക്ഷെ അത് വേണം ചോദിച്ചപ്പോൾ അവൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. എന്തോ ഒന്ന് അവന് മനസ്സിൽ മേടിക്കാൻ വേണ്ടിയിട്ട് ഉന്നം വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് കടകളിൽ നിന്ന് വേണ്ടാന്ന് പറഞ്ഞത്. അങ്ങനെ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അവസാനം ഒരു തോക്ക് മേടിച്ചു. ഈ ഏടായിട്ട് തോക്കിനോടൊക്കെയാണ് ക്രേസെന്ന് തോന്നുന്നു.
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ പല പോരായ്മകളും കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോസിനുണ്ടെന്ന് എനിക്കറിയാം. വോയിസിൻ്റെ കാര്യത്തിലാണെങ്കിലും വീഡിയോ എടുക്കുന്നത് കാര്യത്തിലാണെങ്കിലും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ ക്ഷമിച്ച് എൻ്റെ വീഡിയോ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.